താങ്ക് യു 2025. 2025 തുടങ്ങുമ്പോൾ എത്രയെത്ര പ്രതീക്ഷകളായിരുന്നു അല്ലേ? എത്ര എണ്ണം പൂവണിഞ്ഞു, എത്ര എണ്ണം ഇനിയും പൂവണിയാനുണ്ട്. ഇതാ 2026 എത്തിക്കഴിഞ്ഞു. എന്നാൽ പോകുന്ന 2025നോട് ഒരു താങ്ക്സ് പറഞ്ഞാലോ? വാ, നല്ല ദിവസങ്ങൾക്ക് നന്ദി. ജീവിതം സുന്ദരമാണെന്ന് ഓർമ്മിപ്പിച്ചതിന്. എന്നാൽ എല്ലാ ദിവസങ്ങളും സുന്ദരമായിരുന്നു അല്ല അല്ലേ? കഠിനമായ ദിവസങ്ങളും ഉണ്ടായിരുന്നു. The good days reminded me what's possible. The hard days showed me what I'm made of. ശരിയല്ലേ? നല്ല ദിവസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്തെല്ലാം സാധ്യതകൾ ഉണ്ടെന്ന്. അതുപോലെ തന്നെ കഠിന ദിവസങ്ങൾ നമ്മളെ കാണിച്ചു തന്നു, നമുക്ക് തന്നെ കാണിച്ചു തന്നു നമ്മൾ എന്താണെന്നുള്ളതല്ലേ. താങ്ക് യു ഫോർ ദ ലെസൺസ് ഐ ഡിഡ്ന്റ് ആസ്ക് ഫോർ ബട്ട് ക്ലിയർലി നീഡഡ്. ചില പാഠങ്ങൾ നമ്മൾ ചോദിച്ചിട്ടൊന്നല്ല, പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ അത് ചോദിക്കാതെ തന്നെ പഠിക്കേണ്ടി വരുന്ന പല പാഠങ്ങളും 2025 നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫോർ ദ ഡിലേസ് ദാറ്റ് ടോട്ട് മീ പേഷ്യൻസ്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം, ചിലത് താമസിച്ചിട്ടുണ്ടാവും. ആ ഡിലേസൊക്കെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഇത്രയും ക്ഷമയുണ്ടെന്ന് തന്നെ പഠിപ്പിച്ചു തന്നല്ലേ. ഫോർ ദ സൈലൻസ് ദാറ്റ് ഫോഴ്സ് ക്ലാരിറ്റി. ചില മൗനങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാക്കി തന്നു. കഠിന ദിവസങ്ങൾക്ക് പ്രത്യേക നന്ദി. എനിക്ക് കരുത്തുണ്ടെന്ന് എന്നെ അറിയിച്ചതിന്. എന്നോടൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി. മിണ്ടാതെയെങ്കിലും പിന്തുണച്ചവർക്ക് നന്ദി. എന്നോട് ഒന്നും മിണ്ടാതെ പോയവർക്കും നന്ദി. അങ്ങനെയല്ലേ, കുറേ പേര് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ, നമ്മുടെ ഒപ്പം നിന്നിട്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഡിസപ്പിയർ ആയ പോലെ. അങ്ങനെ ഉള്ള ആളുകൾ ശരിക്കും നമ്മളെ ബൗണ്ടറീസ് പഠിപ്പിക്കുകയല്ലേ ചെയ്തേക്കണേ. അവർ എന്നെ എൻ്റെ അതിരുകൾ പഠിപ്പിച്ചു തന്നു. അവരായിട്ട് എങ്ങനെ ഞാൻ ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചു തന്നു. സ്വയം ആദരിക്കാൻ പഠിപ്പിച്ചു തന്നു. സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിച്ചു തന്നു. ആരോഗ്യം ലഭിച്ച ദിവസങ്ങൾക്ക് നന്ദി. തളർന്നപ്പോൾ പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത മനസ്സിനും നന്ദി. പല സമയത്തും നമ്മൾ ടയർഡായി പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ മനഃശക്തിയാണ്. ആ ഒരു മനസ്സിന് നമ്മൾ നന്ദി പറയണ്ടേ. താങ്ക് യു ഫോർ ദ പീപ്പിൾ ഹു സ്റ്റേഡ്, ദ വൺസ് ഹു സപ്പോർട്ടഡ് ക്വയറ്റ്ലി ആൻഡ് ഈവൻ ദ വൺസ് ഹു വാക്ക്ഡ് അവേ, ബിക്കോസ് ദേ ടോട്ട് മീ ബൗണ്ടറീസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. താങ്ക് യു ഫോർ ഹെൽത്ത് ഓൺ മോസ്റ്റ് ഡേയ്സ്, സ്ട്രെങ്ത് ഓൺ ദ വീക്ക് വൺസ് ആൻഡ് ദ റെസിലിയൻസ് വെൻ മോട്ടിവേഷൻ വാസ് നോ വെയർ ടു ബി ഫൗണ്ടഡ്. എവിടെയും നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ലെങ്കിലും നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു റെസിലിയൻസ് വരില്ല. യു ഹാവ് ടു ഡു ഇറ്റ് എഗെയിൻ, യു ഹാവ് ടു വേക്കപ്പ്. ഒരു വേക്കപ്പ് കോൾ വരും. ആ ഒരു കോളിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. താങ്ക് യു ഫോർ ദ സ്മോൾ വിൻസ് ദാറ്റ് ഡിഡ് മേക്ക് ഹെഡ്ലൈൻസ് ബട്ട് മാറ്റർ ഡീപ്ലി. വലിയ വലിയ വിജയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ നമ്മളെ സന്തോഷിപ്പിച്ചില്ലേ, അത്തരം വിജയങ്ങൾക്കും നന്ദി. പ്രോഗ്രസ് ഇസ് പ്രോഗ്രസ് ഈവൻ വെൻ ഇറ്റ്സ് സ്ലോ. അല്ലേ, നമുക്ക് കുറച്ച് പുരോഗതി ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ആ പുരോഗതിയിലും നമ്മൾ സന്തോഷവാനാണെങ്കിൽ ആ വിജയങ്ങൾക്കും നന്ദി പറയാം. ചെറിയ വിജയങ്ങൾക്ക് നന്ദി. ആരും കൈയടിച്ചില്ലെങ്കിലും എനിക്ക് തന്നെ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചു വിജയങ്ങൾ. പൂർണ്ണതയല്ല, പുരോഗതിയാണ് വേണ്ടത് എന്ന് നീ എന്നെ പഠിപ്പിച്ചു. 2025 അവസാനിക്കുമ്പോൾ ഞാൻ കൂടുതൽ ബുദ്ധിയുള്ളവനാണ്, കൂടുതൽ ധൈര്യമുള്ളവനാണ്, കുറച്ചുകൂടി സത്യസന്ധനാണ്. സത്യത്തിൽ 2025 നീ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല, പക്ഷേ നീ എനിക്ക് ആവശ്യമായിരുന്നു. ചില കാര്യങ്ങൾ അറിയാനും ചിലതെല്ലാം നേടിയെടുക്കാനും. നന്ദിയുണ്ട്. ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നെ ഓർമ്മിപ്പിച്ചതിന്. സോ യാ, 2025 you were a lot, but you were worth it. With gratitude, yours. Welcoming 2026 with a grateful, happy heart. Thank you.